അപ്പോൾ 10ാം ദിവസം സൗത്ത് ഗോവയിലാണ് നമ്മൾ. സമയം രാവിലെ 8 മണി. ഇങ്ങനെയാണ് പ്രവീൺ. ഇന്നലെ കാലാബാഹിയിൽ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. സൗത്ത് ഗോവയിലെ മെയിൻ അട്രാക്ഷനായ ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് ബോട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ബോട്ട് കരക്കടുപ്പിച്ച് ഞങ്ങൾ മൂന്നിനെയും കയറ്റി മിന്നിച്ചു വിട്ടു. ലൈഫ് ജാക്കറ്റൊക്കെ പേരിന് മാത്രം. സംഗതി കടലാണ്. ബോട്ട് ഓളത്തിനനുസരിച്ച് പൊങ്ങിച്ചാടുന്നതിനൊപ്പം എന്റെ ചങ്കും പിടിക്കുന്നുണ്ട്. 2 കമ്പിയിലും കൈ മുറുക്കി പിടിച്ചാണ് എന്റെ ഇരിപ്പ്. എന്തായാലും നല്ല രസമുണ്ട്. കുറെ നാളെ ഇങ്ങനെ ബോട്ടിൽ പോയിട്ട്. ഇതാണ് ടർട്ടിൽ റോക്ക്. ആമയുടെ ആകൃതിയാണ് പേരിന് കാരണം. ഏകദേശം 20 മിനിറ്റ് യാത്രയേ ഉള്ളൂ. ബട്ടർഫ്ലൈ ബീച്ചിലെത്തി. ഇവിടെ എത്താനുള്ള മറ്റൊരു മാർഗം കാട്ടിൽ കൂടിയുള്ള ട്രക്കിംഗ് ആണ്. പക്ഷേ ഓഫ് സീസൺ ആയതുകൊണ്ട് ട്രക്കിംഗ് ഒട്ടും റെക്കമെൻഡബിൾ അല്ല. ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസ് റിയാലിറ്റി തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വേലിയേറ്റം കാരണം കടലിന്റെ പകുതിയും കടലെടുത്തു. ഈ ബീച്ചിനെ ഹണിമൂൺ ബീച്ച് എന്നും പറയും. അമിത പ്രതീക്ഷകളുടെ ഭാരം കാണാൻ നെഗറ്റീവ് അടിക്കണോ വേണ്ടേ എന്ന കൺഫ്യൂസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഞാൻ. ബോട്ടിൽ കയറിയതുപോലെയല്ല തിരിച്ചു കയറിയപ്പോൾ ബോട്ടും കടലുമായി സമരസപ്പെട്ടു. ഡോൾഫിൻ സൈറ്റിംഗ് കാണാനായി പ്രവീൺ ഭയ്യ ബോട്ട് മിന്നിച്ചു വിടുകയാണ്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. സ്ഥിരം പറ്റിയ പരിപാടി അല്ലാന്ന്. പക്ഷെ ഞങ്ങൾ ശരിക്കും ഞെട്ടി. തൊട്ടടുത്ത് ഡോൾഫിൻ, അതും 6 എണ്ണം. ഇനി എന്ത് വേണം? പ്രവീൺ ഭയ്യാക്കി ചെയ്യുമെന്നും പറഞ്ഞ് ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. വെറും 2500 രൂപയ്ക്ക് ഒരു നൈസ് ബോട്ടിംഗ്. എനിവേ ഹൈലി റെക്കമെൻഡഡ്. ബ്രേക്ക്ഫാസ്റ്റ് ഗംഭീരമാക്കാൻ കഫേ കാശിഷിലേക്ക് വിട്ടു. ഇവിടുത്തെ എല്ലാ ഫുഡും ഫ്രഷ് ആണ്. മാത്രമല്ല ഭക്ഷണത്തിനൊക്കെ ഒടുക്കത്തെ ടേസ്റ്റും. ആരെങ്കിലും സൗത്ത് ഗോവയിലെ കൺകൊണയിൽ വരുന്നുണ്ടെങ്കിൽ കഫേ കാശി ഒരു മസ്റ്റ് ട്രൈ ആണ്. അടുത്തത് കൗ കോർണർ. കുറച്ച് ഷാഗി കഫേ വൈബ്സ് പിടിക്കാൻ വന്നതാണ്. വൈബ് ഒരു രക്ഷയില്ല. പക്ഷേ ഓഫ് സീസൺ ആയതുകൊണ്ട് 1-2 ടൂറിസ്റ്റ് മാത്രമേ ഉള്ളൂ. 600 രൂപ കൊടുത്ത് 2 വാട്ടർമെലൻ ജ്യൂസും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഉച്ച കഴിഞ്ഞ് നേരെ പോയത് ക്യാൻറ്റീൻ ഇന്ത്യൻ എന്ന കഫേയിലാണ്. സൗത്ത് ഗോവയിൽ ഇങ്ങനെ കുറച്ച് കഫേകളിൽ പോയി വർക്കൊക്കെ മറന്ന് ചില്ലടിക്കുക എന്നത് നേരത്തെ ഉള്ള പ്ലാനാണ്. ഇതൊരു വീഗൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുത്തെ വൈഫൈ പാസ്വേഡ് പോലെ തന്നെ ഒട്ടും ആയമില്ലാത്ത ഹെൽത്തി ഫുഡാണ് ഇവിടെ എല്ലാം. നേരെ 3:30 ആയിട്ടുള്ളൂ. ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക്. അപ്പോൾ ഓട് ഇസ്ലാമി.